ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് എങ്ങനെയാണ് നല്ല ടേസ്റ്റുള്ള കാട ഫ്രൈ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി 12 കാടകളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു ബൗളെടുത്ത് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഓരോ ടീസ്പൂൺ വീതം, 1/4 ടേബിൾ സ്പൂൺ ഉപ്പ്. ഇനി അല്പം വെള്ളം കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഈ മിശ്രിതം നന്നായി കാടയിൽ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം 2 മണിക്കൂർ ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം. 2 മണിക്കൂറിന് ശേഷം പുറത്തെടുത്തതാണിത്. ഇനി ഫ്രൈ ചെയ്യാം. ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ എണ്ണ ഒഴിക്കുക. ഏത് എണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ ഒലിവ് ഓയിലാണ് എടുത്തിരിക്കുന്നത്. എണ്ണ നന്നായി ചൂടായതിന് ശേഷം കാടയെ അതിലേക്ക് നിരത്തി വെച്ച് 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക. ലോ ഫ്ലെയിമിലാണ് വേവിക്കേണ്ടത്. എല്ലാം മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം പൊരിച്ചെടുക്കാൻ. രണ്ട് സൈഡും മൊരിഞ്ഞ് നല്ല ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി എണ്ണയിൽ നിന്നും കോരിയെടുക്കാവുന്നതാണ്. ഇനി ഇതേ എണ്ണയിൽ തന്നെ ബാക്കിയുള്ള കാട കൂടി പൊരിച്ചെടുക്കാം. അങ്ങനെ അടിപൊളി ടേസ്റ്റുള്ള കാട ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാവുന്നതാണ്. ഇനി പുതിയൊരു വീഡിയോയുമായി കാണാം. ബൈ.